പൊതുവേ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അഭിമാനം എന്നുള്ളത്. ഞാൻ എന്തിനേയും കുറിച്ചെങ്കിലും അഭിമാനം കൊള്ളുക എന്നുള്ളത് വലിയ കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അഭിമാനം കൊള്ളാവുന്ന എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മനുഷ്യ ജീവിതത്തിൽ എന്താണ് ഊറ്റം കൊള്ളാനുള്ളത് എന്നതിനെക്കുറിച്ച് സംശയമുള്ള ഒരാളാണ് ഞാൻ. അത്യധികമായിട്ട് നമുക്ക് ഊറ്റം കൊള്ളാനൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അഭിമാനം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഒരിക്കലും ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പ്രവർത്തനത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അഭിമാനം കൊള്ളാനെന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ഷെയിമാണ്. ലജ്ജ എന്ന് പറയുന്ന വാക്കിനോടാണ് കൂടുതൽ ഇഷ്ടം. അതാണ് പ്രധാനപ്പെട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ അഭിമാനം കൊള്ളാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ലജ്ജ തോന്നുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അങ്ങനെ തോന്നിയിട്ടുള്ളൂ. മനുഷ്യ ജീവിതത്തിൽ ലജ്ജ എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ടെന്നും ഒത്തിരി പ്രാധാന്യമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഒരു പക്ഷേ മനുഷ്യനെ കൂടുതലായിട്ട് മുന്നോട്ട് പോകും തോറും നമുക്ക് കുറച്ചുകൂടെ പതിയെ നടക്കാനും മാറിക്കൊടുക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ഘടകമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് എൻ്റെ മുമ്പിൽ നിലകൊള്ളുന്നത് പ്രീമോ ലെവിയാണ്. പ്രീമോ ലെവി എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ, കവി, കെമിസ്റ്റൊക്കെ ആയിരുന്ന മനുഷ്യൻ. അദ്ദേഹം നാസി തടങ്കൽ പാളയത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം മാത്രം അവശേഷിച്ചു. കാരണം അദ്ദേഹം ഒരു കെമിസ്റ്റായിരുന്നു. നാസികൾക്ക് ഈ കെമിസ്റ്റിനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നുകൊണ്ട് കൊന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ട് പുറത്തു വരുന്നു. പിന്നീട് അദ്ദേഹം എഴുതുന്നൊരു കാര്യമുണ്ട്, ഐ ആം അഷെയിംഡ് ടു ബി എലൈവ്. ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർക്കാർക്കും കിട്ടാത്തൊരു കാര്യമാണ് തനിക്ക് കിട്ടിയത് എന്നോർക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ലജ്ജയാണ് തോന്നിയത്, ഷെയിമാണ് തോന്നിയെന്നാണ് പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളിലും ഷെയിം തോന്നുന്ന ഒരാളെന്ന നിലയിലേക്ക് പ്രീമോ ലെവിയുടെ വാക്കിനോട് കുറേ ഇഷ്ടമുണ്ട്. എങ്കിലും ചില മനുഷ്യർ നമുക്ക് ചില സമ്മാനങ്ങൾ തരും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പകിട്ട് തന്നിട്ട് പോകുന്ന ചില മനുഷ്യരുണ്ടെന്ന് എനിക്ക്. നമ്മളായിട്ട് കിട്ടുന്നതല്ല, അത് നമ്മളൊക്കെ അങ്ങനെ ഒരാളെന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലാത്ത ഗുണങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരാൾ ബോബി അച്ഛനാണ്. എനിക്കില്ലാത്ത ഗുണങ്ങളെ ബോബിച്ചൻ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. ബോബിച്ചൻ ഇപ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ നമ്മുടെ ഇടയിലുള്ളൊരു ഒറിജിനൽ തിങ്കറാണ് അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞ സാധനം എൻ്റെ 4 അയലത്തൂടെ പോകാത്തൊരു കാര്യമാണ്. ഞാൻ ഈ വായിക്കുന്നത് മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെതായിട്ട് എന്തെങ്കിലും എഴുതാൻ ഇതുവരെ പറ്റിയിട്ടുമില്ല. ഞാൻ മറ്റുള്ളവർ വായിച്ചു കാര്യങ്ങൾ, ഏതോ ഒരു സീരിയലിൽ ഒരു കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട്, ഐ ആം കണ്ടംഡ് ടു റീഡ് വാട്ട് അതേഴ്സ് ഹാവ് റിട്ടൺ. മറ്റുള്ളവർ എഴുതിയത് വായിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരാളാണ്. അതിൻ്റെ പേരിൽ അവരെഴുതിയ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് ഒരുമിച്ച് കൂട്ടി വേറൊരു കാര്യം എഴുതുന്നതേ ഉള്ളൂ. പലപ്പോഴും എൻ്റെ 3-4 പുസ്തകത്തിൻ്റെ എൻ്റെ പേര് ജോസ് സുരേഷ് എന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവിടെ എഡിറ്റഡ് ബൈ ജോസ് സുരേഷ് എന്ന് എഴുതണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഴുതിയിട്ടില്ലെങ്കിലും എഡിറ്റഡ് ബൈ ജോസ് സുരേഷാണ്. ഞാൻ എഡിറ്റ് ചെയ്തെന്ന ഒരു നിലയിലേക്ക് മാത്രമേ ഉള്ളൂ. ഈ ബോബിച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തിറങ്ങിയൊരു പുസ്തകമുണ്ട്, വാക്ക് ശരീരമാകുമ്പോൾ. ഏതാണ് ആ പുസ്തകം? എൻ്റെ 2ാം എഡിഷനിൽ കിടക്കുന്നൊരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ പുസ്തകം ഇറങ്ങുന്ന വേണ്ടി ഞാൻ കാത്തിരുന്ന ഒരാളാണ്. അച്ഛൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇത് 1-2 ലേഖനങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് പറയുകയും ചെയ്തിരുന്നു, ഒരു പുതിയ പുസ്തകം തീയോ എന്നോട് വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് കാത്തിരുന്നൊരു പുസ്തകമാണ്. പക്ഷേ അത് കാത്തിരുന്നപ്പോൾ ഇരട്ടി മധുരം എന്ന് പറയാവുന്ന വിധത്തിൽ അതിൻ്റെ അവതാരികയായിട്ട് വന്നത് എൻ്റെ ഒരു ലേഖനമാണ്. ബോബിച്ചൻ അത് എൻ്റെ ഒരു കുറിപ്പാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ബോബിച്ചനെ പോലെയുള്ള ഒരാളുടെ പുസ്തകത്തിൻ്റെ അവതാരികയായിട്ട് എൻ്റെ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് അർഹിക്കുന്നില്ല എങ്കിലും ആ പുസ്തകത്തിൻ്റെ ഒരു കുറിപ്പായിട്ട് പ്രത്യക്ഷപ്പെടാൻ എൻ്റെ എഴുത്തിന് ഒരു കഴിവ് അത്ര വലിയ മേന്മയില്ലെങ്കിലും ബോബിച്ചൻ കാണിച്ച ഒരു സൗഹൃദമെന്ന് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ദയാവായ്പെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ബോബിച്ചൻ്റെ പുസ്തകം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്നിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതിൻ്റെ കാര്യം ഒരു പക്ഷേ എൻ്റെ കുറിപ്പുള്ളത് കൊണ്ടാണ്. ആ കുറിപ്പ് വന്നതിന് പിന്നെ എനിക്ക് എൻ്റെ പുസ്തകങ്ങളെക്കാൾ, ഞാൻ എഴുതിയ പുസ്തകങ്ങളെക്കാളും എനിക്ക് പ്രിയപ്പെട്ട പുസ്തകം ബോബിച്ചൻ്റെ ഈ വാക്ക് ശരീരമാകുമ്പോഴാണ്. കാരണം എൻ്റെ ഒരു ചെറിയ കുറിപ്പ് മാത്രമേ അതിലുള്ളൂ. എങ്കിലും അത് എൻ്റെ പുസ്തകങ്ങളെക്കാൾ എനിക്ക്
പ്രിയപ്പെട്ട പുസ്തകമായിട്ട് മാറുന്ന ഒരു രീതി, അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. വാക്ക് ശരീരമാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വാക്ക് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ ലോഗോസ് എന്ന് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്. സുവിശേഷത്തിൽ ലോഗോസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് ഗ്രീക്കിലാണ് അത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ട്രാൻസ്ലേഷനായിട്ട് ലാറ്റിനിൽ പ്രത്യക്ഷപ്പെട്ടത് വെർബുമാണ്. കാര്യം ലോഗോസിന് തത്തുല്യമായൊരു പദം ലാറ്റിനില്ലായിരുന്നു. കാര്യം ലോഗോസിനൊരു ചരിത്രം പോലുള്ളൊരു വാക്കാണ്. ഹിരാക്ലൈറ്റസ് എന്ന് പറയുന്ന മഹാനായ ഒരു ഫിലോസഫർ ഉപയോഗിച്ച വാക്കാണ് ലോഗോസ്. വളരെ വൈപുല്യമായ അർത്ഥങ്ങളുള്ളൊരു വാക്കാണ്, നീണ്ട അർത്ഥങ്ങളുള്ളൊരു വാക്കാണ്. അത് വെർബുമായി, ഇംഗ്ലീഷ് വന്നപ്പോഴത്തേക്കും വേർഡായി, വേർഡ് ബിക്കെയിം ഫ്ലഷ് ആയി, മലയാളത്തിൽ വന്നപ്പോഴത്തേക്കും വചനം മാംസമായി എന്നർത്ഥത്തിലായി. ഈ വചനം എന്നൊരു വാക്ക് ഒരിക്കലും എനിക്ക് ഇഷ്ടത്തല്ല, അതിൻ്റെ അർത്ഥം എനിക്കിതൊരു പിടികിട്ടിട്ടില്ല. വചനമെന്ന് പറയുന്ന എനിക്കറിയാം അതിൻ്റെ വാക്കെന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നെങ്കിലും കൈപ്പിടിയിൽ ഒതുങ്ങുന്നൊരു വാക്കായിട്ട് എനിക്ക് വചനം എന്ന് പറയുന്ന ഒരു ട്രാൻസെൻഡൻ്റൽ വേർഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ക്രിസ്തു ഇമ്മനൻ്റാണ്. ക്രിസ്തുവിനെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് വളരെ ട്രാൻസെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വചനം എന്ന വാക്കാണ്. ബോബിച്ചൻ അതിനെ തിരുത്തിക്കൊണ്ടാണ് വാക്ക് ശരീരമാകുമ്പോൾ, വചനം മാംസമാകുമ്പോൾ എന്നതിന് പകരം വാക്ക് ശരീരമാകുമ്പോൾ. നമുക്കെല്ലാവർക്കും അറിയാം, ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയിക്കുന്നതെന്ന അർത്ഥത്തിലാണ്. ദേഹമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹിക്കുന്ന അർത്ഥത്തിൽ. പക്ഷേ ഇവിടെ വാക്ക് ശരീരമാകുമ്പോൾ എന്ത് പറ്റും? അത് വേറൊരു ഡയമെൻഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. വാക്ക് ശരീരമാകുമ്പോൾ അത് ക്ഷയമില്ലാത്ത വിധത്തിൽ, ക്ഷയിക്കാത്ത അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അച്ഛൻ അനേകം മനുഷ്യരെ ഈ ലേഖനങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഇടയിൽ ഏറ്റവും ക്ലോസ് ആയിട്ട്, ഏറ്റവും മനോഹരമായിട്ട് ബൈബിൾ വായിച്ചെടുത്ത മനുഷ്യൻ ബോബിച്ചനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയ്ക്ക് രസകരമായിട്ട്, ഇത്രയ്ക്ക് അഗാധമായിട്ട് ആരെങ്കിലും ബൈബിളിനെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒത്തിരി അച്ഛന്മാരൊക്കെ ഇതിനെക്കുറിച്ച്, ബൈബിളിനെ കുറിച്ചൊക്കെ എഴുതുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പഠിച്ചിട്ട് വന്നിട്ടാണ്. പക്ഷെ ഇതൊന്നുമില്ലാതെ തൻ്റെ കൈമുതലുള്ള ആ ജീനിയസ് എന്ന രീതിയിലുള്ള ഒരു ജീനിയസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തലത്തിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ വായിച്ചെടുത്തത് ബോബിച്ചൻ മറ്റൊരു സുവിശേഷം എഴുതുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു സുവിശേഷകനായിട്ടാണ് ബോബിച്ചനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പല അച്ഛന്മാരും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ റിഫ്ലക്ഷൻസാണ്. അതിനവർ റിഫ്ലക്ഷൻസ് ആയിട്ടാണ് പഠിപ്പിക്കുന്നവരൊക്കെ റിഫ്ലക്ഷൻ. പക്ഷെ ബൈബിളിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ ബോബിച്ചനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ വേറൊരു അർത്ഥതലങ്ങളെ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? പലതിലേന്ന് അച്ഛൻ പോകും. അച്ഛന് ശ്രീനാരായണ ഗുരുവിന് വേണ്ടി വരും, കുമാരനാശാന് വേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ പരമഹംസന് വേണ്ടി വരും, അങ്ങനെ ബുദ്ധന് വേണ്ടി വരും, കൃഷ്ണന് വേണ്ടി വരും. എല്ലാവരെയും അച്ഛൻ കൂടെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അത് പറ്റുക അസാധ്യമാണ്. അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമായിരിക്കും. ബോബിച്ചനതൊരു പ്രശ്നമല്ലെന്നുള്ളതാണ്. എല്ലാ ചിന്തയിലും, എല്ലാ മതത്തിലും, എല്ലാ മനുഷ്യരും ഒരു ക്രിസ്തു ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആളായിട്ടാണ് ബോബിച്ചനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ്റെ എഴുത്തിന് ഇത്രയൊക്കെ അർത്ഥതലങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു വളരെ മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് അനേകം ഞാൻ വായിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പരിചയമില്ലാത്ത അനേകം പുസ്തകങ്ങൾ, അനേകം സിനിമകളെ കുറിച്ചൊക്കെ ബോബിച്ചൻ പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെ ബോബിച്ചൻ തേടിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരെ അന്വേഷിച്ച് ബോബിച്ചൻ പോയതല്ല, ബോബിച്ചനെ തേടി ഇവരെത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോബിച്ചനെ പോലുള്ള ഒരു അവഗാഹതയുള്ള ഒരു മനുഷ്യരിലേക്ക് ഇവരെല്ലാവരും എത്തിച്ചേർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ബോബിച്ചൻ ഒത്തിരി അങ്ങനെ വായിച്ചു നിൽക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ബോബിച്ചനെ തേടി വരുന്ന കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അതിനെല്ലാം ബോബിച്ചൻ സ്വന്തമായി. ബോബിച്ചൻ്റെ ഈ അടുത്ത കാലത്തുള്ള എല്ലാ എഴുത്തുകളും ആത്മകഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ സാധ്യതകളും അസാധ്യതകളും അദ്ദേഹം പ്രകാശിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആത്മകഥയിൽ ആയിട്ടാണ് ഇതെല്ലാം വായിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ക്രിസ്മസിനെ കുറിച്ച് ബോബിച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പുസ്തകത്തിൽ. ദൈവം കരിപുരണ്ട ദിവസമാണ് ക്രിസ്മസ് എന്ന്. അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ ബോബിച്ചന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം കരിപുരണ്ട ദിവസമാണ് ക്രിസ്മസ്, അതുകൊണ്ടാണ് ക്രിസ്മസ് ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നതെന്നും എനിക്ക് തോന്നുന്നു. ബോബിച്ചൻ്റെ ഈ പുസ്തകത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ബോബിച്ചൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതിന് ഞാൻ കാത്തിരുന്നൊരു പുസ്തകമാണിത്. ഇത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിട്ട് ഇത് മാറിയിരിക്കുന്നു. കാരണം എൻ്റെ ഒരു ചെറിയ കുറിപ്പ് ഇതിൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അത് എടുത്തിട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അഭിമാനം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. ഒരു കാരുണ്യം ഞാൻ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി.